ഇസ്താംബൂളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് റഷ്യയ്ക്ക് സമാധാന ഉടമ്പടി മെമ്മോറാണ്ടം അയച്ച യുക്രൈൻ. സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ കരട് മെമ്മോറാണ്ടം റഷ്യയ്ക്ക് ലഭിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത്. യുക്രൈന്റെ മെമ്മോറാണ്ടം ലഭിച്ചതായി പുടിന്റെ സഹായിയായ വ്ളാഡിമിർ മെഡിൻസ്കി സ്ഥിരീകരിച്ചു. സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള യുക്രൈന്റെ മെമ്മോറാണ്ടം റഷ്യൻ പ്രതിനിധി സംഘത്തിന് ലഭിച്ചുവെന്നാണ് മെഡിൻസ്കി പറഞ്ഞത്. യുക്രൈന്റെ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഇന്നാണ് ഇസ്താംബൂളിലെ സിറഗൻ കൊട്ടാരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുക. യുക്രൈന്റെ മെമ്മോറാണ്ടത്തിന് മറുപടിയായി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം റഷ്യയും തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് യുക്രൈൻ പ്രതിനിധി സംഘത്തിന് നൽകുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്താൻ തയ്യാറാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആദ്യത്തെ റഷ്യ യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോൺ സംഭാഷണത്തിലാണ് കരാറിന് അന്തിമ രൂപമുണ്ടായത്. രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. മെമ്മോറാണ്ടം കൈമാറ്റമാണ് ഈ ചർച്ചയിൽ പ്രധാന വിഷയം. സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ ശേഷിക്കെ യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. യുക്രൈനിന്റെ വ്യോമാക്രമണത്തിൽ 40ഓളം യുദ്ധവിമാനങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ റഷ്യ സ്ഥിരീകരിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ തടി കൊണ്ട് നിർമ്മിച്ച ഷെഡുകൾക്കുള്ളിലാണ് ഒളിപ്പിച്ചു വെച്ചത്. ട്രക്കുകളിൽ അവ റഷ്യൻ വ്യോമതാവളങ്ങളുടെ സമീപം കൊണ്ടുപോയി. തുടർന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. റഷ്യ മിസൈലാക്രമണം നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് യുക്രൈന്റെ പ്രത്യാക്രമണം. യുക്രൈനിയൻ നഗരങ്ങളിൽ 367 മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 13 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കീവ്, ഖാർക്കീവ്, മൈക്കൊലൈവ് തുടങ്ങിയ നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടായത്. ഒരേസമയം റഷ്യയുടെ 5 കേന്ദ്രങ്ങളിലാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. സൈബീരിയയിലെ സൈനിക താവളത്തിന് നേരെയും യുക്രൈൻ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഒലൈന, ബെലായ വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത്. ആദ്യമായാണ് യുക്രൈൻ സൈബീരിയയിൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിട്ടുണ്ട്.